So good morning dear students. നമ്മൾ ഇന്ന് ന്യൂ ചാപ്റ്റർ ആരംഭിക്കുകയാണ്. പുതിയ ചാപ്റ്റർ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. അപ്പോൾ ആദ്യം പഠിക്കേണ്ട ഇലക്ട്രോണിക് എമിഷൻ. നമുക്കറിയാം ഒരു ആറ്റത്തിൻ്റെ ആയിട്ട് ഔട്ടർ മോസ്റ്റിലുള്ള ഇലക്ട്രോണാണ് എന്താണ് ഫ്രീ ഇലക്ട്രോൺസ് അല്ലേ. അത് ലൂസ്ലി ബൗണ്ടഡ് ഇലക്ട്രോണാണ്. അത് നമുക്ക് ചെറിയൊരു ടെമ്പറേച്ചറിൽ വേണമെങ്കിൽ നമുക്ക് അത് മൂവ് ചെയ്യും. പക്ഷേ ആ മെറ്റലിനകത്ത് തന്നെ മൂവ് ചെയ്യും. എന്നാൽ അതിനെ മെറ്റലിൽ നിന്നും ഇലക്ട്രോണിനെ നമുക്ക് മെറ്റൽ സർഫസിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്യണമെങ്കിൽ സാധാരണ നമ്മൾ നോർമൽ കൊടുക്കുന്ന ടെമ്പറേച്ചറൊന്നും പോരാ. അപ്പോൾ ദ ഫ്രീ ഇലക്ട്രോൺസ് കനോട്ട് ലീവ് ദ സർഫസ് ഓഫ് മെറ്റൽ ഓഫ് ദെയർ ഓൺ ആസ് സൂൺ ആസ് ദ ഇലക്ട്രോൺ ടെൻ ടു ലീവ് കാരണം ഇലക്ട്രോൺ ആ സർഫസിൽ നിന്ന് പോകുമ്പോൾ അവിടെ എന്തുണ്ടാവും, ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും, അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ആ പോസിറ്റീവ് ചാർജ് പോകാൻ ശ്രമിക്കും. പോസിറ്റീവ് ചാർജ് ഇലക്ട്രോണിൻ്റെ വേക്കൻസി ഉണ്ടാവും. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും, നെഗറ്റീവിനെ വലിച്ച് അവിടെ നിർത്തും, അട്രാക്റ്റ് ചെയ്യും. സോ ഈ അട്രാക്റ്റീവ് ഫോഴ്സിനെ ബ്രേക്ക് ചെയ്ത് ഇലക്ട്രോണിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ അഡീഷണൽ എന്തെങ്കിലും ഒരു എനർജി കൊടുക്കണം. ആ എനർജിയാണ് എന്ന് പറയുന്നത് വർക്ക് ഫങ്ഷൻ. ദ മിനിമം എനർജി റിക്വയർഡ് by the free electron to just leave without moving in the space, leave the metal surface. ആ മെറ്റൽ സർഫസിൽ നിന്ന് ജസ്റ്റ് ഇലക്ട്രോണിനെ നമുക്ക് ആ സർഫസിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ എനർജിക്ക് പറയുന്ന പേരാണ് വർക്ക് ഫങ്ഷൻ. അതിന് നമ്മൾ ഡിനോട്ട് ബൈ ലെറ്റർ φ0. സോ മനസ്സിലായോ വാട്ട് ഈസ് വർക്ക് ഫങ്ഷൻ? വർക്ക് ഫങ്ഷൻ ഒരു മെറ്റലിനെ അതിൻ്റെ സർഫസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന മിനിമം എമൗണ്ട് ഓഫ് എനർജിയാണ് വർക്ക് ഫങ്ഷൻ. അത് ഡിപ്പെൻഡിങ് ഓൺ വർക്ക് ഫങ്ഷൻ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നോക്കി, നേച്ചർ ഓഫ് ദി സർഫസ് ആൻഡ് ഇമ്പ്യൂരിറ്റീസ് എക്സെട്ര. ആ നേച്ചർ ഏത് മെറ്റീരിയലാണ്, ഓരോ മെറ്റീരിയൽ അനുസരിച്ച് വർക്ക് ഫങ്ഷൻ ഡിഫറൻ്റ് ആണ്. ദെൻ നമുക്ക് 1 ഇലക്ട്രോൺ വോൾട്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യാം. 1 ഇലക്ട്രോൺ വോൾട്ട് ദ എനർജി 1 electron volt is the energy required by electron. 1 electron is the energy required by the electron when it is accelerated through a potential difference of 1 volt. അതായത് 1 electron volt എന്ന് വെച്ചാൽ is energy acquired by an electron. ഒരു ഇലക്ട്രോണിന് കിട്ടുന്ന എനർജിയാണ് 1 പൊട്ടൻഷ്യൽ ആക്സിലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 volt. സോ 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് നോക്കി, ഇപ്പോൾ ഒരു ഇലക്ട്രോണിനെ നമ്മൾ 1 volt പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്ത് നമ്മളതിനെ ആക്സിലറേറ്റ് ചെയ്യിക്കുവാണെന്ന് എഴുതുക, മൂവ് ചെയ്യിക്കുവാണെങ്കിൽ അതിന് കിട്ടുന്ന എനർജിക്ക് പറയുന്ന പേരാണ് 1 ഇലക്ട്രോൺ വോൾട്ട്. സോ എനർജി അക്വയർഡ് ഒരു ഇലക്ട്രോണിന് കിട്ടുന്ന എനർജിയാണ്. അപ്പോൾ വെൻ ഇറ്റ് ഈസ് ആക്സിലറേറ്റഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 volt. 1 volt പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്ത് അതിനെ ആക്സിലറേറ്റ് ചെയ്യിക്കുവാണെങ്കിൽ, അങ്ങനെ ആക്സിലറേറ്റ് ചെയ്യിക്കുക അതിന് കിട്ടുന്ന എനർജിയാണ് 1 ഇലക്ട്രോൺ വോൾട്ട്. 1 ഇലക്ട്രോൺ വോൾട്ട് എത്ര ജൂളാണെന്ന് ചോദിക്കാറുണ്ട്. എത്രയാണ്? 1.6 × 10⁻⁻90 ജൂൾ. ദിസ് ഈസ് വർക്ക് ഫങ്ഷൻ ആൻഡ് 1 ഇലക്ട്രോൺ വോൾട്ട്. സോ നമ്മൾ പറഞ്ഞു വർക്ക് ഫങ്ഷൻ, നമ്മൾ ഇലക്ട്രോണിനെ അതിൻ്റെ സർഫസിൽ നിന്ന് എമിറ്റ് ചെയ്യണം, നമുക്ക് എന്ത് വേണം, അഡീഷണൽ എനർജി കൊടുക്കണം അല്ലേ. ആ എനർജി സപ്ലൈ ചെയ്യുന്ന പല പല ഫോമിലാകാം. നമുക്ക് ഫസ്റ്റ് തെർമിയോണിക് എമിഷൻ, ആ പേരുണ്ട് തെർമിയോണിക്. ടെമ്പറേച്ചർ, ആ മെറ്റൽ സർഫസിനെ നമ്മൾ എന്ത് ചെയ്യുക, ഹീറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യും. അതാണ് തെർമിയോണിക് എമിഷൻ. അപ്പോൾ ഇവിടെ എനർജി സപ്ലൈ ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് ഹീറ്റാണ്. ആ വർക്ക് ഫങ്ഷൻ മീൻസ് ആ സർഫസിനെ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരാൻ ആവശ്യമായ എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആണെങ്കിൽ അതാണ് തെർമിയോണിക് എമിഷൻ. ഇവിടെ നോക്കി, ദ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, അബ്സോർബ് ഹീറ്റ് ആൻഡ് ക്യാൻ ഓവർകം ദ സർഫസ് ബാരിയർ, അങ്ങനെ പുറത്തേക്ക് വരും. അടുത്തത് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. അതായത് ലൈറ്റ് ഓഫ് സം സ്യൂട്ടബിൾ എനർജി, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, Hν എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, അത്രയും ഫ്രീക്വൻസിയുള്ള അല്ലെങ്കിൽ സം സ്യൂട്ടബിൾ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് വന്ന് മെറ്റലിൻ്റെ പുറത്ത് വീഴുമ്പോൾ ഈ ഇലക്ട്രോൺസ് ഈ എനർജി അബ്സോർബ് ചെയ്യുകയും ആ ബാരിയറിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പുറത്തേക്ക് വരികയും ചെയ്യും.
ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയും. ഫോട്ടോ മീൻസ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യേണ്ട, ആ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യേണ്ട എന്താണ്, പുറത്തേക്ക് വരുന്നതാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഇപ്പോൾ 2 ടൈപ്പ് എമിഷൻ പഠിച്ചു. തെർമിയോ, അതായത് ഇലക്ട്രോൺ അതിൻ്റെ സർഫസിൻ്റെ ബാരിയറിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ദേ നീഡ് അഡീഷണൽ എനർജി. ദാറ്റ് എനർജി എന്താണ്? ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്, തെർമിയോണിക് എമിഷൻ, ലൈറ്റ്, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഇനി എക്സ്ട്രാ എനർജി ഈ പറഞ്ഞ ഇലക്ട്രോണിന് കിട്ടാൻ വേണ്ടി നമുക്കെന്താ, ഹൈ എനർജി ബീം ഓഫ് ഇലക്ട്രോൺ നമ്മളെന്താ ഈ സർഫസിലുള്ള ഇലക്ട്രോണുമായിട്ട് കൂട്ടിയിടിപ്പിക്കുക. അപ്പോൾ അതിന് എക്സ്ട്രാ എനർജി കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്കെന്താ ആ ഇലക്ട്രോണിനെ സർഫസിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനി നമ്മൾ ഫീൽഡ് എമിഷൻ ഉണ്ട്. അതായത് ഹൈ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, ആ ഇലക്ട്രോണിനെ സർഫസിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റും. അതാണ് നമ്മുടെ ഫീൽഡ് എമിഷൻ. ഓക്കെ, അടുത്ത് നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പഠിക്കാം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ മെറ്റൽ സർഫസിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചത് എന്താണ്, ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി അല്ലേ, ഫോളോ ഓൺ എ മെറ്റൽ, ദ മെറ്റൽ സർഫസ് എന്താണ്, എമിറ്റ് സം എന്താണ് ഇലക്ട്രോൺസ്, അതിൻ്റെ സർഫസിന് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യും. ആ പ്രോസസ്സിന് പറഞ്ഞ പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഓക്കെ, ഫിനോമിനൻ ഓഫ് എമിഷൻ ഓഫ് ഇലക്ട്രോൺ വെൻ probably on the metal surface exposed to light of suitable frequency fall on it. അപ്പോൾ ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് വന്ന് മെറ്റൽ സർഫസിൽ വീഴുമ്പോൾ ആ മെറ്റൽ സർഫസിന് എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. അപ്പോൾ ഈ ഫോട്ടോ ഇലക്ട്രിക് എമിഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത് കണ്ടുപിടിച്ച അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. ആദ്യം നോക്കുന്നതാണ് ഹെഡ്സ് ഒബ്സർവേഷൻ. ഓക്കെ, ഹെഡ്സ് ഒബ്സർവേഷൻ. അപ്പം നമുക്ക് ഹെഡ്സിൻ്റെ ഒബ്സർവേഷൻ നോക്കാം. എക്സ്പെരിമെൻറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഓക്കെ, അപ്പോൾ എന്താ ചെയ്തത്, യൂസ്ഡ് എ ഡിറ്റക്ടർ ഉണ്ടോ, ഡിറ്റക്ടറാണ് അതിൻ്റെ റിസീവർ. അതിൻ്റെ രണ്ട് എൻഡിൽ മെറ്റാലിക് സ്പിയേഴ്സ് ഉണ്ട്, S1' ആൻഡ് S2'. ഓക്കെ, അതിനൊക്കെ ഒരു സ്മോൾ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് കണ്ടോ, സ്മോൾ ഗ്യാപ്പ് ഉണ്ട്. ഇനി നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഉപയോഗിച്ചാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വരുന്നത് ഇൻഡക്ഷൻ കോയിലിൽ നിന്നാണ്. ഓക്കെ, ഇൻഡക്ഷൻ കോയിൽ അത് 2 പ്ലേറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇൻഡക്ഷൻ കോയിൽ P1 P2, അതിൻ്റെ എൻഡിൽ 2 എന്തുകൊണ്ട് നേരത്തെ പോലെ P1ൻ്റെ എൻഡിൽ S1ഉം P2ൻ്റെ എൻഡിൽ S2 ആയിട്ടുള്ള 2 എന്തുകൊണ്ട് നോക്കി 2 മെറ്റാലിക് സ്പിയേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ നേരെ എവിടെയാണ്, ഇവിടെ നിന്ന് നമുക്ക് ഈ ഗ്യാപ്പിലേക്ക് വരുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്താ ഈ ഗ്യാപ്പിലേക്ക് വരുമ്പോൾ ഇവിടെ എന്തുണ്ടാവും, സ്പാർക്ക് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, സ്പാർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്തുണ്ടാകുന്നു, സ്പാർക്ക് ഉണ്ടാകുന്നു. അപ്പം ഈ S2 നിന്ന് എന്താണ് S1 S2 ഗ്യാപ്പിൽ സ്പാർക്ക് ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം പിന്നീട് നോക്കിയത് ഈ ആർക്ക് ബീം ഉപയോഗിച്ച് അദ്ദേഹം അൾട്രാവയലറ്റ് റേസ് എന്ത് ചെയ്തു, ഈ പറഞ്ഞ എന്താണ് ഗ്യാപ്പിലേക്ക് വിട്ടു നോക്കിയപ്പോൾ എന്താണ് സ്പാർക്ക് വളരെയധികം കൂടുതലായിട്ട് കണ്ടു. അപ്പോൾ മനസ്സിലായി ഒബ്സർവേഷൻ എന്താണ് അദ്ദേഹത്തിൻ്റെ, ലൈറ്റ് വന്ന് വീഴുമ്പോൾ കൂടുതൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് സ്പാർക്ക് കൂടുതലായി വരാൻ കാരണം. നോർമലി ഉണ്ടാകുന്ന നോർമലി അദ്ദേഹം ഈ പറഞ്ഞ കോയിൽ ഉപയോഗിച്ച് സ്പാർക്ക് ഉണ്ടാക്കി, അപ്പോൾ ഒരു സ്പാർക്ക് ഉണ്ടായി. ഓക്കെ, എന്നാൽ ഇതിൻ്റെ പുറത്തേക്ക് നമുക്കെന്താ അൾട്രാവയലറ്റ് റേസ് വിട്ടുകൊണ്ട് സ്പാർക്ക് കടത്തി വിട്ടപ്പോൾ മീൻസ് റേഡിയേഷൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ കടത്തി വിട്ടപ്പോൾ ഉണ്ടായ സ്പാർക്ക് വളരെയധികം കൂടുതലായിരുന്നു. അടുത്ത അതായത് ഈ പറഞ്ഞ ഇലക്ട്രോമാഗ്നറ്റിക് മീൻസ് എന്താണ്, ലൈറ്റ് വന്ന് വീഴുമ്പോഴാണ് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു. ലൈറ്റ് വന്ന് വീഴുമ്പോൾ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. അപ്പോൾ സ്പാർക്ക് വളരെയധികം കൂടുതലായിരിക്കും. ഓക്കെ, അതായത് ഇത്രയേ ഉള്ളൂ. മെറ്റൽ സർഫസിൻ്റെ പുറത്ത് ലൈറ്റ് വന്ന് വീഴുമ്പോൾ എന്താണ് ഇലക്ട്രോൺസ് കൂടുതലായിട്ട് എമിറ്റ് ചെയ്യും എന്നുള്ള കൺസെപ്റ്റാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന കൺസെപ്റ്റ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നോർമലി നമുക്ക് എന്താ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന സ്പാർക്കിനേക്കാളും കൂടുതൽ കറണ്ട് എപ്പോൾ ഉണ്ടായി,
ഈ അൾട്രാവയലറ്റ് റേസ് ഇതിൻ്റെ പുറത്ത് വന്ന് വീണപ്പോൾ ഉണ്ടായി. അപ്പോൾ അൾട്രാവയലറ്റ് റേസ് വന്ന് വീണപ്പോൾ ഒന്ന് നോക്കി അത് പറഞ്ഞിട്ടുണ്ട് എന്താ ഇവിടെ, അതായത് ഉണ്ടോ എക്സ്പോസ് ടു അൾട്രാവയലറ്റ് റേഡിയേഷൻ. അപ്പം ഒരു ആർക്ക് ലാമ്പിൽ നിന്ന് അൾട്രാവയലറ്റ് റേഡിയേഷൻ വന്നപ്പോൾ എന്താണ്, കൂടുതൽ സ്പാർക്ക് ഉണ്ടായി. കാരണം അൾട്രാവയലറ്റ് റേഡിയേഷൻ കാരണം എന്തുണ്ടോ, ഇവിടെ ഇലക്ട്രോൺസിൻ്റെ എമിഷൻ ഉണ്ടാകുന്നുണ്ട്. ആ ഇലക്ട്രോൺസിൻ്റെ എമിഷൻ കാരണമാണ് കൂടുതൽ കറണ്ട് ഉണ്ടാകുന്നതും കൂടുതൽ സ്പാർക്ക് ഉണ്ടാകുന്നതും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫോട്ടോയിലൊക്കെ എഫക്റ്റ് തന്നെയാണ്. ലൈറ്റ് ഓഫ് സൂട്ടബിൾ ഫ്രീക്വൻസി ഫോൾസ് ഓൺ ദി സ്ഫിയർ മെറ്റാലിക് സർഫസ്, ദ എമിറ്റ് ഇലക്ട്രോൺസ്. ഓക്കെ, അടുത്ത ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ച് നടത്തിയ അടുത്ത സ്റ്റഡിയാണ് ലെനാർഡ്സ് എന്ന സയൻറ്റിസ്റ്റ്. അദ്ദേഹത്തിന് ഒബ്സർവേഷനാണ് പഠിക്കാനുള്ളത്. ഒരു ഗ്ലാസ് ട്യൂബിനകത്ത് അദ്ദേഹം 2 ഇലക്ട്രോഡ് വെച്ചു, ആനോഡും കാഥോഡും. ഒക്കെ നെഗറ്റീവ് ബാറ്ററിയിലേക്ക് കൊടുത്തത് കാഥോഡ്, പോസിറ്റീവിലേക്ക് കൊടുത്തത് ആനോഡ്. ഓക്കെ, സി ആണ് കാഥോഡ്, എ ആനോഡ്. ഇവിടെ ലൈറ്റ് അൾട്രാവയലറ്റ് റേസ് വന്ന് വീണപ്പോൾ അവിടെ നിന്നുണ്ടായി കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടായി. എന്നാൽ അൾട്രാവയലറ്റ് റേസ് കട്ട് ചെയ്തപ്പോഴും കറണ്ടിൻ്റെ ഫ്ലോ സ്റ്റോപ്പ് ചെയ്തു. അൾട്രാവയലറ്റ് റേസിനും കറണ്ട് ഉണ്ടാകാൻ കാരണം എന്താ, ഇവിടെ നിന്ന് നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ, അതായത് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുകയും അത് പോസിറ്റീവ് ചാർജിൻ്റെ അങ്ങോട്ട് പോവുകയും അങ്ങനെ കറണ്ട് ഉണ്ടാകുകയും ചെയ്യുന്നു. എന്നാൽ അത് ഡിസ്കണക്ട് ചെയ്തപ്പോഴോ ആ കറണ്ടിൻ്റെ ഫ്ലോ നഷ്ടപ്പെട്ടു. അതായത് സെയിമാണ് ഉദ്ദേശിക്കുന്നത്. ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ മെറ്റീരിയൽ ഫോൾസ് ഓൺ ദിസ് കാഥോഡ്, ദ എമിറ്റ് ഇലക്ട്രോൺസ്. അതുകൊണ്ടാണ് കറണ്ട് ഉണ്ടായത്. ഇങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസിന് പറഞ്ഞ പേരാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. ലൈറ്റ് വന്ന് വീഴുമ്പോൾ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. അപ്പോൾ ഈ ലൈറ്റിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ എനർജി എന്താണ്, അതായത് ലൈറ്റ് ഓഫ് എന്താണ്, ഒരു മിനിമം എനർജി ഉണ്ടാകണം. ഈ എമിഷൻ ഉണ്ടാകാൻ വേണ്ടി ഒരു മിനിമം ലൈറ്റിൻ്റെ മിനിമം ഒരു ഫ്രീക്വൻസി ഉണ്ട്. അതാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ ഉണ്ടാകുന്ന ഈ ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രോൺസിന് പറഞ്ഞ പേരാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. അപ്പോൾ ഉണ്ടാകുന്ന കറണ്ടാണ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, അതിന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയും. ഇനി നമ്മൾ പറഞ്ഞാണ് വാട്ട് ഈസ് ത്രെഷോൾഡ് ഫ്രീക്വൻസി, ദ മിനിമം ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് റിക്വയർഡ് ടു എമിറ്റ് ഇലക്ട്രോൺസ്. അതായത് ഈ ലൈറ്റ് ഇവിടെ വന്ന് വീണമെങ്കിൽ എന്താ, ആ ലൈറ്റിന് ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ടാകണം. ഓക്കെ, ആ മിനിമം ഫ്രീക്വൻസി താഴെ പോകാൻ പാടില്ല, ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിനുണ്ടാകേണ്ട മിനിമം ഫ്രീക്വൻസിക്ക് പറഞ്ഞ പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഓക്കെ, താങ്ക് യു.